ലക്ഷ്മിയും സൗമ്യയും ഒന്നും ഭാനുവിനോടും സാരഥിയോടൊന്നും സംസാരിക്കാൻ വരാത്തതിൽ ലക്ഷ്മിക്ക് വിഷമം തോന്നി. പപ്പിയുടെ മുഖത്ത് താൻ വന്നപ്പോൾ കണ്ട സന്തോഷമൊന്നുമില്ലെന്നും അവൾക്ക് തോന്നി. അവർക്ക് ദൂരയാത്ര ഉള്ളതിനാൽ തന്നെ 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചഭക്ഷണം വിളമ്പി. അവരുടെ ഒപ്പം തന്നെ നവമിയും അനിയും കഴിക്കാനിരുന്നു. എല്ലാം കഴിഞ്ഞ് യാത്ര പറയാൻ നേരം നവമിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. ഭാനുവിനെ പുണർന്നു നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ. ഭാനുവിന്റെ ശബ്ദവും ഇടറി. കരയില്ലേ മോളെ, ഒരു വിളിക്കപ്പുറം അമ്മ എപ്പോഴും ഉണ്ടാകും. അമ്മയുടെ പൊന്നുമോളാണ്, സന്തോഷത്തോടെ ഇരിക്കണം. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അനിയുടെ നെറ്റിയിലും നൽകി അതുപോലെ ഒരു ചുംബനം. അവിടെ നിന്നിരുന്നവർ അത് കൗതുകത്തോടെയാണ് നോക്കിയത്. അനി ഭാനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കാറിന്റെ അരികിലേക്ക് നടന്നത്. വിഷ്ണുവും രാജനും പപ്പയും ഒക്കെ കാറിന്റെ അരികിൽ തന്നെയുണ്ട്. എങ്കിൽ ശരിയടാ, എത്തിയിട്ട് വിളിക്കാം. കാർ മുന്നോട്ട് എടുക്കുന്നതിന് സന്തോഷ് അനിയോടായി പറഞ്ഞു. ആ ശരി. കാർ മുന്നോട്ട് നീങ്ങി. അത് കണ്ണിൽ നിന്നും മറയും വരെ നോമി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നും. അനി അവളെ നെഞ്ചോട് ചേർത്തതും അവൾ ഏങ്ങിക്കൊണ്ട് അവനെ നോക്കി. കരയാതെ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി. ഊണ് കഴിഞ്ഞതും മിക്കവരും തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. നവമിയുമായി അനി അകത്ത് കയറിയതും അത്രയും നേരം എന്തോ സംസാരിച്ചു കൊണ്ടിരുന്നവരെല്ലാം നിശബ്ദമായി. എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. അവൻ എല്ലാരെയും ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. സുമേഷ് ഒരു പുച്ഛത്തോടെ അവനെ നോക്കി മുഖം തിരിക്കുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ആര്യയെ കാണുന്നത്. അവൻ അവളെ നോക്കി വശ്യമായി ചിരിച്ചതും ആര്യ നാണത്തോടെ മുഖം താഴ്ത്തി. എന്നാലും ഇത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ളതാണോ? മോശയിപ്പി. കുറെ പലഹാരം കൊണ്ടുവന്നിട്ട് എന്തിനാ ഇവിടെ? എന്താ ആരും പലഹാരം കാണാതെ കിടക്കുകയാണോ? ഉഷ പറഞ്ഞതും വിഷ്ണു സ്വാമി രൂക്ഷമായി നോക്കി. അവളത് കണ്ടെങ്കിൽ പോലും കാണാത്ത രീതിയിൽ നിന്നും അമ്മ പറയുന്നെങ്കിൽ പറയട്ടെ എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. ഉഷ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കരുത്. അനിയായിട്ട് വന്നിട്ട് ഒന്നും വേണ്ടെന്ന് വെച്ചതാണ്. അത് അവർ ഞങ്ങളോട് പറയുകയും ചെയ്തു. ഞങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ട് സൗമ്യയുടെ അമ്മയ്ക്ക് തോന്നേണ്ട കാര്യമുണ്ടോ? രാജൻ ചോദിച്ചപ്പോൾ ഉഷയ്ക്ക് അടി കിട്ടിയതുപോലെയായി. അതെന്താച്ചാ അങ്ങനെ ഒരു സംസാരം? അമ്മ ആവശ്യമില്ലാത്തതായി എന്താണ് പറഞ്ഞത്? വീട് കാണാൻ ചടങ്ങിന് വരുമ്പോ ആരും വെറും കൈയോടെ കയറി വരില്ല. അനിയേട്ടനൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ ഇവരത് കേൾക്കാൻ നിന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്റെ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റാണ്. ഉഷയ്ക്കത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? അവർക്ക് നിങ്ങളുടെ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറയാമെന്നതല്ലാതെ മറ്റു കാര്യങ്ങളിൽ തലയിടേണ്ട കാര്യമില്ല. രാജൻ തീർത്തു പറഞ്ഞതും സൗമ്യയ്ക്കും ഉത്തരം മുട്ടി. അനി അവിടേക്ക് കടന്നു വന്നതും അപ്പോഴാണ്. മോൾ എന്തിയനി? അവളൊന്ന് മയങ്ങിയച്ച. ചെറുതായി തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മരുന്ന് വല്ലതും വാങ്ങണ അനി? ഏയ് വേണ്ട, വെളുപ്പിനായി പോകുന്നതല്ല ഇവിടുന്ന്. വരുന്ന വഴി ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അതാകും. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയാകും പറഞ്ഞിട്ട് അവൻ രാജന്റെ അരികിലേക്ക് ഇരുന്നു. അച്ഛാ, ഇവിടേക്ക് അലമാര വാങ്ങാൻ നിന്നിരുന്ന അമ്മയെ ഞാനാണ് തടഞ്ഞത്. അങ്ങനെ ഒരു ചടങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രവുമല്ല, ഈ വീട് പുതിയ അലമാരയുടെ ആവശ്യമില്ല. അത് വേണമായിരുന്നോ അനി? ഇതിപ്പോ നാട്ടുകാരെന്ത് പറയും? നാമിക്ക് തന്നെയല്ലേ അതിനെ നാണക്കേട്. ഉഷ പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് ചെന്നു. ഞാൻ ജീവിക്കുന്നത് നാട്ടുകാരുടെ ചിലവിലല്ല ആന്റി. വകയ്ക്ക് ചൊറിച്ചിലുള്ളവർക്ക് അങ്ങനെ പലതും പറയും. അത് ആ രീതിയിൽ എടുക്കാൻ ദുർഗയ്ക്കറിയാം. അനി പറഞ്ഞതും ഉഷയുടെ മാത്രമല്ല സൗമ്യയുടെയും ലക്ഷ്മിയുടെയും വരെ മുഖം വിളറിപ്പോയി. വിഷ്ണുവും രാജനും ചിരി കടിച്ചു പിടിച്ചു. അച്ഛാ, ദുർഗയ്ക്ക് ഞാൻ ഋഷിയുടെ സ്ഥാപനത്തിൽ ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ ചെന്ന് കൊള്ളാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഋഷി നമ്മുടെ കളരിക്കൽ രാഘവന്റെ മകനാണോ? അതെ. ആ, നല്ല കാര്യം, രാജൻ ചിരിയോടെ പറഞ്ഞു. നമ്മയ്ക്കറിയാമായിരുന്നോ അനി? പപ്പി ചോദിച്ചു. 2 ദിവസം മുന്നെയാണ് അവളോട് പറയുന്നത്. അനി പറഞ്ഞതും പപ്പിയുടെ മുഖം മങ്ങി. നമ്മയ്ക്ക് തന്നോടൊന്നും സൂചിപ്പിക്കാൻ തോന്നിയില്ലല്ലോ. പപ്പിയുടെ മനസ്സിൽ അതൊരു കരടായി കിടന്നു. അമ്മേ, ഇന്ന് തന്നെ പോണോ? നാളെ രാവിലെ പോകാം. എന്തിനാ സൗമ്യ നിന്നിട്ട്? ഇവിടെയുള്ളവർ വാലിരിക്കുന്ന മുഴുവൻ കേൾക്കാനോ? എന്തായാലും കൊള്ളാം. എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ കെട്ടിനെന്ന് പറയുന്നവൻ വല്ല അക്ഷരവും വേണ്ടിയോ? ഉഷ ദേഷ്യത്തോടെ സൗമ്യയോട് കയർത്തു. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ, വിഷ്ണുവിന് ഇപ്പോഴും ചേട്ടനും അച്ഛനും എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനം കവിഞ്ഞൊഴുകുവാണ്. ബഹുമാനം കാട്ടിക്കൊണ്ടിരുന്നോ? അവസാനം ഈ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ട നോക്കിക്കോ. ഇപ്പോ കെട്ടിക്കയറി വന്നിരിക്കുന്നവളെ അത്ര നിസ്സാരക്കാരിയെ കാണണ്ട. എത്രയും വേഗം ഈ വീട് വിഷ്ണുവിന്റെ പേരിലാക്കാൻ നോക്കിക്കോ. അത് ഇത്തിരി പ്രയാസമായിരിക്കും അമ്മേ. അങ്ങേരാണ് ഈ വീട് വെച്ചെന്ന് ഈ നാട്ടിലെ കുഞ്ഞു പിള്ളേർക്ക് പോലും അറിയാം. അതിന് വീട്ടിൽ 2 ആൺകുട്ടികൾ ഉണ്ടായാൽ കുടുംബ വീടിന്റെ അവകാശം ഇളയാൾക്കാണ്. പിന്നെ ഉണ്ടാക്കിയതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏതെങ്കിലും കൊടുക്കാമെന്ന് പറ. നിന്റെ പേരിലുള്ള സ്ഥലം വിറ്റാണെങ്കിലും അതങ്ങ് കൊടുക്കാം. അങ്ങനെ വന്ന വീട് നിന്റെ പേരിൽ കൂടെ എഴുതി ചേർക്കാൻ പറ്റും. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ഇങ്ങനൊരു വീട് വെക്കണമെങ്കിൽ അവനന്ന് ചിലവാക്കിയതിന്റെ ഇരട്ടി വേണ്ടി വരും.
ഇപ്പോഴാണെങ്കിൽ പപ്പിയുടെ മനസ്സിൽ നവമിയുടെ ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം വലുതാക്കാമോ അത്രയും വലുതാക്കാൻ നീ ശ്രമിക്കും. ഉഷ ഓരോന്ന് പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് സൗമ്യയ്ക്ക് തോന്നി തുടങ്ങി. നീ വിഷമിക്കണ്ട മോളെ. എന്നെ എത്ര നാണം കെടുത്താലും ഞാൻ ഇവിടേക്ക് വരും. നിന്റെ ജീവിതം ഒരു കരക്കടിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. വിഷ്ണുവിനോട് നീ ഒരു നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ശരിയമ്മേ, വാ, ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് തന്നുവിടാം. ചെന്നിട്ട് ഇനിയൊന്നും വയ്ക്കാൻ നിൽക്കണ്ടല്ലോ. ആ, അത് നേരം. എങ്കിൽ ആ ചൂര മുളകിട്ടത് ഇത്തിരി കൂടുതലെടുത്തു. ഉഷ പറഞ്ഞതും ആര്യയ്ക്ക് ഇവർക്കൊരു നാണമില്ലേ എന്ന കണക്ക് അമ്മായിയമ്മയെ അവജ്ഞയോടെ നോക്കി. എടുക്കാം, അച്ഛന് ഇഷ്ടമാണല്ലോ അല്ലേ? പിന്നെ ഞാൻ സുമേഷിനോട് പറയാം നിങ്ങളെ സ്റ്റാൻഡിലൊന്നാക്കിയേക്കാൻ. സൗമ്യ പറഞ്ഞതും ആര്യയുടെ കണ്ണുകളിൽ പൂത്തിരി കത്തി. എന്റെ പൊന്നുറീനെ, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല. ഞാനിവിടെ എന്റെ ഭാര്യ വീട്ടിലാണ്. നിനക്ക് അത്ര മുട്ടി നിൽക്കുവാണെങ്കിൽ ഞാൻ രാത്രി വീഡിയോ കോളിൽ വരാം. ഓ, ഇപ്പൊ നിനക്ക് എന്നെയൊന്നും വേണ്ടല്ലോടാ. എന്താടാ അവിടെ വല്ലതും തടഞ്ഞോ? നിന്റെ അളിയന്റെ പെണ്ണിലാണോ കണ്ണുവച്ചിരിക്കുന്നത്? ആ, അതിൽ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ റിസപ്ഷൻ വന്നപ്പോൾ കണ്ടതല്ലേ. നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ചരക്കല്ലേ. റീന പറഞ്ഞപ്പോൾ സുമേഷ് ചിരിച്ചു. അതിനെ കയ്യിൽ കിട്ടിയാലും അവൻ നോക്കിയിരിക്കുവാണെന്നോ തോന്നുന്നത്. എങ്ങനെ പറ്റുന്നോ എന്തോ. അവളെ നെഞ്ചിലേക്ക് നോക്കിയാൽ തന്നെ മനുഷ്യന്റെ കൺട്രോൾ പോകും. എന്നെ ഒരു ആണ്. സൂക്ഷിച്ചു മോനെ. ഹനിയാണ് അവള് കിട്ടിയവൻ, അത് ഓർക്കണം നീ. ഓ പിന്നെ, എങ്കിൽ ശരി, ഞാൻ രാത്രി വിളിക്കാം. സുമേഷ് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞ് മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് നവമി എന്ത് ചെയ്യുമായിരിക്കും എന്ന ചിന്ത വന്നത്. അനി കുറച്ചു മുന്നേ ഷോപ്പിൽ നിന്ന് കോൾ വന്നിട്ട് ബൈക്ക് എടുത്ത് പോകുന്നത് കണ്ടിരുന്നു. അച്ഛനും അമ്മയും പറമ്പിലാണ്, ബാക്കിയുള്ളവർ മുകളിലും. എന്തായാലും ഒന്ന് നോക്കിയേക്കാം എന്നും കരുതി ചുറ്റും ഒന്ന് നോക്കിയിട്ട് മുറിയുടെ വാതിൽ മെല്ലെ തുറന്നു. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവന് ശ്വാസം ഒന്ന് വിലങ്ങിപ്പോയി. ബെഡിൽ വലതുഭാഗം ചെരിഞ്ഞ മയക്കത്തിലാണ് നവമി. കൈ രണ്ടും ചേർത്ത് വെച്ച് അതിന് പുറത്ത് മുഖം അമർത്തിയാണ് കിടക്കുന്നത്. അതിനാൽ തന്നെ അവൾ അല്പം വലിയ ഏറിയ മാറിടങ്ങളുടെ പകുതിയും ചുരിദാർ കഴുത്തിന് പുറത്തേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. സുമേഷിന് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒന്നതിൽ തലോടാൻ കൊതിച്ചവൻ മുന്നിലേക്ക് ചുവടുവെച്ചതും പുറത്ത് പപ്പയുടെയും രാജന്റെയും ശബ്ദം കേൾക്കുന്നത് തികട്ടി വന്ന അമർഷം കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് മുകളിൽ നിന്നും വരുന്ന ആര്യയെ കണ്ടത്. അവളെ കണ്ടതും അവൻ ചുണ്ടൊന്ന് കടിച്ചു ചിരിച്ചു. അവൾ പിടച്ചിലോടെ ചുറ്റുമൊന്ന് നോക്കി. ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടോ? ഞാനും ഉണ്ടാകും ഇവിടെ. അവൻ അവൾക്കരികിലേക്ക് വന്ന് രഹസ്യമായി തിരക്കി. ഇല്ല, ഉച്ചക്കത്തെ പ്രശ്നം കൊണ്ട് അമ്മ ആകെ ദേഷ്യത്തിലാണ്. ഉടനെ പോകും. ഞങ്ങളെ സ്റ്റാൻഡ് വരെ നാക്കി തരണം. ഛേ, ഇന്ന് നന്നായിന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്ത്? അവൾ നാണത്തോടെ തിരുക്കി. എന്റെ ഈ ആര്യപ്പെണ്ണിനെ ഒന്ന് പോ സുമേഷേട്ടാ. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് അവൾ അരികിലേക്ക് ചേർന്നു നിന്നു. നിന്റെ വിയർപ്പിന്റെ മണം, ഹോ, നിന്നെ വിട്ട് പുറത്തു പോയവൻ ലോക പൊട്ടം തന്നെ. സുമേഷ് പറയുമ്പോൾ ആര്യ ചിരിച്ചു. അപ്പോഴേക്ക് സൗമ്യയും ഉഷയും അവർക്കരികിലേക്ക് വന്നിരുന്നു. പിന്നീട് അവർക്ക് പോകാനുള്ള തിരക്കായി. ഉഷ സൗമ്യയുടെ വീടിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടാണ് പോയത്. നവമി എഴുന്നേറ്റ് വന്നപ്പോൾ 5 മണിയുടെ അടുത്തിരുന്നു. മെഡിസിൻ കഴിച്ച് കിടന്നതിനാൽ തന്നെ നന്നായി ഉറങ്ങിപ്പോയിരുന്നു. ഒന്ന് ഫ്രഷായ ശേഷമാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത്. തലവേദന മാറിയോ മോളെ? ആ, കുറവുണ്ടച്ചാ. അനിയേട്ടൻ എവിടെ? അവൻ ഷോപ്പിൽ വരെ പോയതാ. അമ്മയെ വിളിച്ചിരുന്നോ? എവിടെ വരെ എത്തിയവർ? പകുതി വരെ ആയിട്ടുള്ളൂ അച്ഛാ. ഞാനിപ്പോ വിളിച്ചതും ഒരു 7 മണിക്കേ ആകും അവിടെ എത്തുമ്പോ. അച്ഛൻ ചായ കുടിച്ചോ? ഇല്ല മോളെ, പപ്പ ഇടുന്നുണ്ട്. ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പൊ കൊണ്ടുവരാട്ടോ ചായ. അതിന് രാജൻ ചീരിയോടെ തലയാട്ടി. നവമി കിച്ചണിൽ ചെല്ലുമ്പോൾ പപ്പിയോടൊപ്പം സൗമ്യയും ലക്ഷ്മിയുണ്ട്. അമ്മേ. തലവേദന മാറിയോ? പപ്പി ഗൗരവത്തിൽ തിരക്കി. നവമിയുടെ മുഖം മങ്ങി. എന്നല്ല നവമിയുടെ തലവേദനയുടെ പേരും പറഞ്ഞ് ഇത്ര നേരം കിടന്നുറങ്ങിയത് ശരിയായില്ല. ഞാനും കരുതിയില്ല ഇത്ര നേരം ഉറങ്ങുമെന്ന്. മെഡിസിൻ കഴിച്ചതിന്റെയും യാത്ര ക്ഷീണവും ഒക്കെ കാരണം നന്നായി ഉറങ്ങിപ്പോയി. ഓ, ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സൗമ്യ പറഞ്ഞതിന് നവമി മറുപടി ഒന്നും കൊടുത്തില്ല. അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലാതെ? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? നവമി അങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുമെന്ന് വിചാരിക്കത്തിനാൽ പപ്പി ഒന്ന് പതറി. അത് വേറൊന്നുമല്ല നവമി, ഇവിടെയൊക്കെ വീട് കാണൽ ഒരു ചടങ്ങാണ്. വെറും കൈയുടെ ആരും ഒരു പെണ്ണിനെ കെട്ടിച്ചയച്ചിടത്തേക്ക് വരില്ല. എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അനിയേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ തന്നെ നവമിക്കത് സമ്മതിക്കരുതായിരുന്നു. ഇതിപ്പോ പുറത്തിറങ്ങുമ്പോ അമ്മയുടെ എല്ലാവരും മരുമോൾ എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ നാണം കേട്ട് നിൽക്കേണ്ടി വരും. സൗമ്യ അല്പം പരിഹാസത്തോടെ പറഞ്ഞു നിർത്തി. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നറിയാൻ വേണ്ടി ചോദിക്കുവാണേ, സൗമ്യയുടെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്? സൗമ്യയും ഇവിടുത്തെ മരുമകളാണല്ലോ. നവമിയുടെ ചോദ്യത്തിൽ സൗമ്യ നിന്നൊരുക്കി. ആഹാ, നാമയാൾ കൊള്ളാലോ. സൗമ്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്തതിന് കാരണമുണ്ട്. വിഷ്ണുവേട്ടൻ സൗമ്യയെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാണ്. മര്യാദയ്ക്കായിരുന്നു എങ്കിൽ നല്ല രീതിയിൽ തന്നെ എല്ലാ ചടങ്ങും ഇവളുടെ വീട്ടുകാർ നടത്തുമായിരുന്നു. എന്റെ വിവാഹശേഷം ഈ ചടങ്ങുകൾക്ക് നടത്തിയിട്ടുണ്ട് നവമി.
ഫ്രിഡ്ജ് കൂടാതെ വാഷിംഗ് മെഷീൻ കൂടാതെ സുമേഷേട്ടൻ വേണം എന്നും പറഞ്ഞിട്ട് അതുകൂടെ കൊണ്ടാണ് ഇവിടെ നിന്നും അവർ ഇറങ്ങിയത്. നവമി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വലിയ കാര്യം പോലെ പറഞ്ഞു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ലക്ഷ്മി, എന്റെ ഭർത്താവും നിന്റെ ഭർത്താവും തമ്മിലുള്ള വ്യത്യാസം? നവമി പറഞ്ഞതും ലക്ഷ്മിയുടെ മുഖം വിളറി. അമ്മേ, അനിയേട്ട സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്റെ വീട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവരാതിരുന്നത്. അതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് എന്റെ അമ്മ അതിനായി കരുതി വെച്ച പണം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോ അത് വാങ്ങാൻ കൂട്ടാക്കാതെ ഇപ്പൊ ഇങ്ങനെ പെരുമാറുന്നതിന്റെ അർത്ഥം എന്താണമ്മേ? ഇങ്ങനെയൊന്നുമല്ല ഞാൻ അമ്മയെ പറ്റി കരുതിയത്. നവമി പറഞ്ഞതും പപ്പി വിളറി വെളുത്ത് അവളെ നോക്കി. വല്ലാത്ത നാണക്കേട് തോന്നി അവർക്ക്. സൗമ്യയുടെയും ലക്ഷ്മിയുടെയും ദേഷ്യവും. മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല. സരസമ്മയും മുഷയും ഒക്കെ ഓരോന്ന് പറഞ്ഞപ്പോ അവർ എന്തു പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞു. അവരോട് അമ്മയ്ക്ക് പറയാമായിരുന്നു എന്തായിരുന്നു കാരണമെന്ന്. ഇപ്പൊ പഴയ കാലഘട്ടമൊന്നും അല്ലമ്മേ. ഭാര്യ വീട്ടിൽ നിന്നും കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കാമെന്ന അഭിമാനമുള്ള ഒരു പുരുഷനും ചിന്തിക്കില്ല. എന്റെ അനിയേട്ടനും ആ ഒരു ഭാഗത്തിൽ പെടുന്നതാണ്. ആ മകന് ജന്മം കൊടുത്തതിൽ അമ്മയ്ക്കും അഭിമാനിക്കാം. നവമി പറഞ്ഞതും പപ്പയുടെ തല കുനിഞ്ഞു. പിന്നെ ലക്ഷ്മിയുടെ സൗമ്യയോടും. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യക്കുറവ് അതെന്താണെങ്കിലും എനിക്കതൊരു വിഷയമല്ല. എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചിരിക്കും എന്റെ പെരുമാറ്റവും. അതുകൊണ്ട് അമ്മയോട് ഓരോന്നും പറഞ്ഞു കൊടുത്ത് എന്നെ വേദനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്, മനസ്സിലായോ? നവമി ചോദിച്ചതും ഇരുവരും അറിയാതെ തലയാട്ടി. തങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അതിലും വലുതാണ് നവമി എന്ന് അവർക്ക് മനസ്സിലായി. പപ്പയെ നോക്കിക്കൊണ്ട് അവർ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചായ ഇട്ടോമേ? ആ മോളെ, ക്ലാസ്സിലേക്ക് പകർത്താൻ തുടങ്ങുമായിരുന്നു. ആണോ? എങ്കിൽ അമ്മ അത് ചെയ്തോ. ഞാൻ ഈ പലഹാരമൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അച്ഛനവിടെ ചായ കൊണ്ടുവരാൻ കാത്തു നിൽക്കുന്നുണ്ടാകും. പറഞ്ഞുകൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഭാനുവും മറ്റും കൊണ്ടുവന്ന് പലഹാരങ്ങൾ എടുത്ത് വെക്കാൻ തുടങ്ങി നവമി. പപ്പയവളെ കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം ചായ പകർത്തുവാൻ തുടങ്ങി. ഡൈനിങ് റൂമിൽ നിന്ന് ചായ കുടിക്കുകയാണ് എല്ലാവരും. ചേച്ചി, അമ്മയൊക്കെ വിളിച്ചിരുന്നോ? എത്തി അവർ? ചായ സിപ്പ് ചെയ്തുകൊണ്ട് വിഷ്ണു തിരക്കി. അവനടുത്തിരുന്ന സൗമ്യയ്ക്ക് അത് തീരെ പിടിച്ചില്ല. വിളിച്ചിരുന്ന വിഷ്ണു, അവർ എത്തിയിട്ടില്ല. ഒരു 7 മണിയൊക്കെ ആകുമായിരിക്കും. വൈകിട്ട് അങ്ങോട്ടൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാകും, അവൻ സ്വയം പറഞ്ഞു. മാമി, ഇതെന്താ? കാർത്തി മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് നവമിയോട് തിരക്കി. അത് നെയ്യപ്പമാണ്, മോന് വേണോ? നല്ല ടേസ്റ്റാണ്. അവൻ മൂടിയത് നവമി ചിരിയോടെ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കാർത്തി, വെക്കടത്. ഒന്നാമത്തെ ഉരുണ്ട് ബോൾ പോലെയാണ് ഇരിക്കുന്നത്. ഇനി എണ്ണ പലഹാരം തിന്നാഞ്ഞിട്ടാണ്. അതും നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ എത്ര വട്ടം യൂസ് ചെയ്ത എണ്ണയിൽ ഉണ്ടാക്കിയതാണെന്ന് ആരറിഞ്ഞു? ലക്ഷ്മി നവമിയെ നോക്കി പറഞ്ഞു. നിർത്തിയതും അവളുടെ മുഖം മങ്ങി. കാർത്തിയെ നോക്കിയതും നവമിക്ക് വിഷമം തോന്നി. അവൻ നെയ്യപ്പത്തിലേക്ക് തന്നെ കൊതിയോടെ നോക്കുന്നുണ്ട്. നിനക്ക് എന്നു മുതലാണ് ലക്ഷ്മി ഈ ചിന്തയ്ക്കൊന്ന് തുടങ്ങിയത്? ഇന്നലെ വൈകിട്ട് സുമേഷ് കൊണ്ടുവന്ന പഴം പൊരിയും പരിപ്പ് വടയും മകൻ കൊടുക്കുമ്പോൾ നീ ഓർത്തില്ലത് എണ്ണ പലഹാരമാണ്? അതും ആ ചന്ദ്രന്റെ കടയിലെ പലഹാരം. ഈ നാട്ടിലെ മിക്കവർക്കും അറിയാം തീരെ വൃത്തിയില്ലാതെയാണ് അതിലുണ്ടാക്കുന്നതെന്ന്. പക്ഷെ നിനക്കും നിന്റെ കെട്ടിയനും അവിടുത്തെ സാധനമല്ലേ ഇറങ്ങൂ. എന്നിട്ട് അവൾ വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. മോനെ കാർത്തി, നീ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തതിന്. രാജൻ പറഞ്ഞതും ലക്ഷ്മി അയ്യടാന്നായി. കൊടത വിഷ്ണു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്റെ ലച്ചു, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വലിയ ആളാകാൻ നോക്കി ഇങ്ങനെ ചമ്മി നാറിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതും കൂടാതെ ലക്ഷ്മിയും ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. നിനക്ക് എന്താ വിഷ്ണു? അവളുള്ള കാര്യമല്ലേ പറഞ്ഞത്? അതുപോലുള്ള പലഹാരമൊക്കെ പഴുകിയ എണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ആണോ? എങ്കിൽ മോള് ചായ മാത്രം കുടിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് വിഷ്ണു അവളുടെ കയ്യിലിരുന്ന പാതി കഴിച്ച അച്ചപ്പം വാങ്ങി തന്റെ വായിലേക്ക് വെച്ചു. അത് കണ്ടതും നവമി രാജനും എന്നിന് പപ്പി പോലും ചിരിച്ചുപോയി. സൗമ്യ അവനെ ഒന്ന് നോക്കി പല്ല് കടിച്ചു. അതേസമയം തന്നെയാണ് അനിയുടെ വണ്ടി വരുന്ന ശബ്ദം കേട്ടത്. ഇരിക്കെ കുഞ്ഞെ, അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? എഴുന്നേൽക്കാൻ തുടങ്ങിയ നവമിയെ നോക്കി രാജൻ പറഞ്ഞു. തലവേദന കുറഞ്ഞ ദുർഗ. അവൾക്കരികിൽ വന്നിരുന്നുണ്ട് അനി തിരക്കി. ചായ എടുക്കട്ടെ? വേണ്ട, ഷോപ്പിൽ സിജു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊപ്പം കുടിച്ചിടാ. നാളെ അങ്ങോട്ട് നമ്മളെ വിരുന്ന് ക്ഷണിച്ചിട്ടുണ്ട്. പറ്റാവുന്നിടത്തൊക്കെ പോയി തീർക്കാൻ നോക്ക്. മോള് ജോലിക്ക് പോയി തുടങ്ങിയ പിന്നെ പാടാകും, രാജൻ പറഞ്ഞു. പിന്നെയും ഓരോന്ന് പറഞ്ഞു തുടങ്ങിയതും സൗമ്യ അവർക്കരികിൽ നിന്നും എഴുന്നേറ്റ് പോയി. രാത്രി ഭക്ഷണം കഴിക്കാൻ നേരത്തും ലക്ഷ്മി സൗമ്യയും മുഖം കയറ്റി പിടിച്ചു തന്നെയിരുന്നു. നമുക്കൊരു കാര്യം മനസ്സിലായതും ഇരുവർക്കും വില ജോലി ചെയ്യാൻ മടിയാണെന്നുള്ളത് പപ്പിക്ക് തന്നെ വലിയ പ്രശ്നമായി തോന്നാറില്ലെന്നും അവൾക്ക് മനസ്സിലായി. ഫുഡ് കഴിച്ച ശേഷം സൗമ്യയും ലക്ഷ്മിയും മുറിയിലേക്ക് കയറിപ്പോയതും നവമി പപ്പിയെ സഹായിക്കാൻ നിന്നും. എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അനി അവിടെ അക്ഷമയുടെ കാത്തിരിക്കുകയാണ് അവളെ. അത് കണ്ടതും ചീറ്റിയുടെ മുറിയിൽ കയറി വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ലക്ഷ്മി അവളെ വിളിക്കുന്നത്. എന്താ ലക്ഷ്മി? ദേ, ഇവന് നിന്റെ കൂടെ കിടന്നാ മതിയെന്ന് അവൾ പറഞ്ഞു നിർത്തിയതും അനി അവർക്ക് അരികിലേക്ക് വന്നിരുന്നു. എന്താ ലച്ചു?
ആ ഏട്ടാ, ഇവനെന്നാ നിങ്ങളുടെ കൂടെ കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധം. പുതിയ മാമിയെ വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട് ചെക്കന്. ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു. ആണോ കാർത്തിമോന് ഞങ്ങളുടെ കൂടെ കിടക്കണോ? ആ മാമ. അമ്മ പറഞ്ഞു മാമിക്ക് കുറെ കഥകൾ അറിയാം, കൂടെ കിടന്ന ആൾക്ക് പറഞ്ഞു തരൂന്ന്. കാർത്തി നിഷ്കളങ്കമായി പറഞ്ഞതും അനി ലക്ഷ്മി എന്ന് നോക്കി. അവൾ അവനെ നോക്കി വിളറി ചിരിച്ചു. ആണോ? പക്ഷേ മോനെ, മാമിക്ക് കഥകളൊന്നും അറിയില്ല. അമ്മ വെറുതെ പറഞ്ഞതാ. പിന്നെ മാമിക്ക് നല്ല തലവേദനയുണ്ട്. അതുകൊണ്ട് കാർത്തിക്കുട്ടൻ അമ്മയോടൊപ്പം തന്നെ കിടന്നോ. അനി പറഞ്ഞതും കാർത്തി അപ്പൊ തന്നെ തലയാട്ടി സമ്മതിച്ചു. ലക്ഷ്മി ആകട്ടെ അനിയെ തുറച്ചു നോക്കി. എന്നാൽ ഇത് ശരിയായില്ല അനിയേട്ടാ. ലക്ഷ്മി അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, ശരിയായില്ല. അത് നിനക്കും അറിയാം. ഞാനൊന്നും പറയുന്നില്ലെന്ന് കരുതി ഇവിടെ നടക്കുന്നൊന്നും ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. നിന്നിൽ നിന്നും അല്പം മാന്യത ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാർത്തി ഞങ്ങളോടൊപ്പം പറഞ്ഞു വിടുന്നത് കൊണ്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അനിയുടെ ശബ്ദം ഉയർന്നു. ലക്ഷ്മി മാത്രല്ല, നവമിയും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അനിയേട്ടാ പതിയെ. നവമി പറഞ്ഞതും അവൻ അവളെ നിന്ന് നോക്കി. ഞാൻ എന്തിനു പതിയാക്കണം ദുർഗ? കാർത്തി ഓരോന്നും പറഞ്ഞ് നമുക്കിടയിലേക്ക് വിടുന്നത് നല്ലതാണെന്നാണോ നീ പറയുന്നത്? അവൻ കുഞ്ഞാണ്, അവനൊന്നും അറിയില്ല. പക്ഷെ ഇവൾ അങ്ങനെയാണോ? ഏട്ടൻ ഇങ്ങനെ ബഹളം വയ്ക്കാൻ എന്തുണ്ടായി? എന്റെ മകനെ നിങ്ങളുടെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചു പോയി. അത് ഇത്ര വലിയ തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു പെണ്ണ് വന്നപ്പോഴേ ഏട്ടന് ഞങ്ങളെ പിടിക്കാതെയായി. എന്നാലും എന്റെ കുഞ്ഞിനോട് പോലും ദേഷ്യം തോന്നുമെന്ന് കരുതില്ല. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി വിങ്ങിപ്പൊട്ടിയത് നവമിയോളെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി. ദേ, അനാവശ്യം പറഞ്ഞാൽ അടിച്ച് കാരണം പോയിക്കും ഞാൻ. ഒന്നും അറിയാത്ത കുഞ്ഞിനെ ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ച് വിറ്റിട്ട് അവൾ കിടന്ന് നാടകം കളിക്കുന്നു. നോക്കു ലക്ഷ്മി, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ നാളെ തന്നെ സുമേഷിനെ വീട്ടിലേക്ക് പോയിക്കണം, മനസ്സിലായോ? അനി ശബ്ദം ഉയർത്തിയതും ലക്ഷ്മി അവനെ പേരോടെ നോക്കി. തന്നോട് ഇറങ്ങിപ്പോകാൻ പറയാതെ പറഞ്ഞതല്ലേ? അവൾ സ്വയം ചോദിച്ചു. നാമിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കേൾക്കേണ്ടി വന്നതിൽ അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി. വാടാ ഇവിടെ, നീ കാണാണ് ഞാൻ അതൊക്കെ കേൾക്കേണ്ടി വന്നത്. അനിയോട് നാമയോടുള്ള ദേഷ്യം കാതോട് തീർത്തുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് നടന്നു. എന്തിനാ അനിയേട്ടാ വെറുതെ ആവശ്യമില്ലാതെ? കുഞ്ഞ് ചിലപ്പോൾ ആഗ്രഹിച്ചു വന്നതാണെങ്കിലോ? ആര്? കാർത്തിയോ? ജനിച്ചിട്ട് ഇന്ന് വരെ അവ ലക്ഷ്മിയിൽ നിന്ന് മാറി കിടന്നിട്ടില്ല. അഥവാ കിടന്നാലും പാതിരാത്രി കരഞ്ഞ് ബഹളം വയ്ക്കും. ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം ദുർഗ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്തിരുന്നാൽ അവസാനം ഇത് നമ്മളെ തന്നെ ബാധിക്കും. പിന്നെ എന്റെ അനിയത്തി എനിക്ക് അറിഞ്ഞൂടെ? സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവിടെ തൂമ്പ കയറ്റാൻ നോക്കുന്നവളാ. അനി പറഞ്ഞത് നവമി ചിരിച്ചു. വാ നമുക്ക് കിടക്കാം. വെളുപ്പിന് എഴുന്നേറ്റത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഇന്നുകൂടെ എന്റെ കുഞ്ഞ് റെസ്റ്റ് എടുത്തു. നാളെ നമുക്ക് ഇന്നത്തേതും കൂടെ ചേർത്ത് ആഘോഷിക്കാം. പിന്നിൽ നിന്ന് നവമയെ പുണർന്ന് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് ഇക്ലി എടുത്തതുപോലെ അവന്റെ കൈക്കുള്ളിൽ കിടന്നെന്ന് പുളഞ്ഞു. അനിയേട്ടാ. നവമി ചിണങ്ങിയുള്ള വിളി അവനേറെ ഇഷ്ടമുള്ളതാണ്. എന്തോ എന്നടവനെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അയ്യേ, ദേ വാതിലടച്ചിട്ടില്ല കേട്ടോ പറഞ്ഞുകൊണ്ട് അനി കാലുകൊണ്ട് വാതിലടച്ച് അവളുമായി ബെഡിനടുത്തേക്ക് നടന്നു.